അല്ല, കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ, നമ്മുടെ ഈ അഡൾട്ട്സുള്ള സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വയലന്റ് മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല, ബിലോ ദ ഏജ് ഓഫ് 18 കാണാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പാരൻസിന്റെ ഒരു ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് അവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയലൻസിന്റെ സ്വാധീനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട്, വീഡിയോ ഗെയിംസ്, ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അപ്പൊ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റോളുണ്ട്. പക്ഷെ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. സാഹിത്യത്തിനും കലയ്ക്കും എല്ലാം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അമേരിക്കയിൽ ഒരു വിദ്യാർത്ഥി വന്ന് കൂടെയുള്ള 25-30 വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു പയ്യനെ സ്വാധീനിക്കില്ലേ? സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം അതിന്റെ വിഷ്വൽസും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ വിഷ്വൽസ് കാണുന്നത് തന്നെ നമ്മൾ അത് കണ്ട്, നമ്മളിപ്പോൾ കണ്ട എന്താ, പിന്നെ നാഷണൽ ജിയോഗ്രാഫിക്കിൽ നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാനിനെ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും വിഷമവും അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണടച്ചു പോകുന്നു. ചിലരതല്ല, അത് കണ്ടിട്ട് അതാ പിടിക്കുന്ന നോക്കിയേ, മാനിനെ പിടിക്കുന്ന നോക്കിയേ എന്ന് പറഞ്ഞ് ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ അത് ആ വയലൻസ് ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് അത്തരം സിനിമകളെക്കാളും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു പീസ് ഒക്കെ ഉള്ള സിനിമയായിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ OTT-യിലും ഒക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെയും OTT-യിൽ വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ, കൊറിയൻ മൂവീസ്, അതിലെല്ലാം വയലൻസ് ഉണ്ടാവും. അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ അവസരത്തിൽ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു. ലഗേരിയ ഹോം മുന്നാഭായ് എന്ന് പറഞ്ഞ പടം ഗാന്ധിയിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിൽ എത്ര പേര് സ്വീകരിക്കുന്നു? അപ്പൊ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും, നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നടന്റെ കാര്യം, ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത്, എന്റെ കഥാപാത്രമാണ്. ടോണി ഐസക്ക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിന്റെ. അപ്പൊ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത്, അതോ ജഗദീഷിനെയാണോ? ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ, അത് തീർച്ചയായിട്ടും ഒരു തർക്ക വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതിനെതിരെ മുഖം തിരിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എവിടെയാണ്? സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ചില കടകൾ, ചില കോഡ് ഭാഷകൾ, കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്നർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡ് ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പണായിട്ട് തന്നെ, കാലം മാറിപ്പോയിരിക്കുന്നു, ഓപ്പണായിട്ട് തന്നെ എന്താ പറയുക, കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ കാലം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റും, അത് അവരുടെ അവകാശമാണ്. പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവോ എന്നൊരു ചോദ്യമുണ്ട്. അതേ അവസരത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറെ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി. അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ടോ മാത്രമല്ല, വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് സൊസൈറ്റി കൂടുതൽ ഒരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന വീഡിയോസ്, വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് നമ്മളെല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അലാമിംഗ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത്. ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് കാണുന്നത്. അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, സംശയത്തിന്റെ പേരിൽ കാമുകനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല, നമുക്ക് സന്തോഷിക്കാൻ നിർവാഹമില്ല. നമ്മളെല്ലാവരും കുറച്ച് ഡെസ്പറേറ്റ് ആണ്, ദുഃഖത്തിലാണ്. ഈ നാടിന്റെ ഈ കാര്യം ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഭാഗ്യവശാൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി, കോമൺ ഈ വാറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടെ കലാ സമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ അങ്ങനെ എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല എങ്കിലും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം പലരെയും ഹോണ്ട് ചെയ്യുന്നുണ്ട്.
അതൊക്കെ ചില കലാസൃഷ്ടിയിലൂടെ, സാഹിത്യ സൃഷ്ടികളിലൂടെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ആ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഈ സിനിമയിലും അത്തരം ചില കാര്യങ്ങൾ ഹാസ്യരൂപേണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾ, നിങ്ങൾ എന്നല്ല, നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഈ സിനിമ പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കണം, നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകരുത്. അവിടെ എന്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ടെന്നുള്ളത് ഈ ചിത്രത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അല്ലെ, ഈ അധ്യാപകർക്ക് വടി കൊടുത്താൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവും. കാരണം വെച്ചാൽ വടിയെടുത്ത് അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്, ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും. ഞാൻ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ വിദ്യാർത്ഥിയെ, എൻ്റെ മകളെ അടിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഒരു ചൂരലെടുത്ത് 2 അടി കൊടുക്കുന്നതിനോട് ഞാൻ ഒന്നുകൂടെ പറയാതെ, ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ചൂരലുമായിട്ട് വരുന്ന അധ്യാപകൻ ആ വടിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പഴയതുപോലെ ആ വടി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച്, ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച്, ആ സ്കൂള് പിന്തുടർന്ന് വരുന്ന വഴികൾ അനുസരിച്ച് ചെയ്യാമെന്നുള്ളതിൽ കവിഞ്ഞ് വടി 100% ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടി കാരണം അല്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ, മുറിവുണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അടിയാണോ, വടിയാണോ, വഴക്കാണോ, ശാസനയാണോ, അതോ ബുദ്ധിപൂർവം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അതാത് അധ്യാപകന്റെ രീതി അനുസരിച്ചിരിക്കും. ഇതിനൊക്കെ ഒരു പൊതു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. അതൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. അധ്യാപകർ തന്നെയാണ്. ഇനി ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം, എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ്. അയാൾ നല്ല രീതിയിൽ കഴിയുന്നു, അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകന്റെ സന്തോഷം എനിക്കറിയാം. അപ്പോൾ ആ സന്തോഷത്തിനേക്കാളും വലുതൊന്നുമല്ല. അപ്പോൾ അധ്യാപകന് നമ്മൾ എന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക, ഷർട്ട് വാങ്ങിക്കൊടുക്കുക, അതിലൊന്നുമല്ല. അധ്യാപകന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അധ്യാപകൻ കയർക്കുമ്പോൾ, ശാസിക്കുമ്പോൾ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളത് പോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും. അപ്പൊ അധ്യാപകന്റെ എന്ന് പറഞ്ഞിരുന്നാൽ ഏത് അധ്യാപകനായിരുന്നാലും ബഹുഭൂരിപക്ഷ അധ്യാപകരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. ശമ്പളം കിട്ടുന്നുണ്ട്, സമ്മതിച്ചു. ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം, നല്ല ജോലി കിട്ടണം എന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അല്ല, ലഹരി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്, യാതൊരു സംശയമില്ല. ലഹരി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത് ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ലഹരി വല്ലാത്ത രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അത് യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്, യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ നകുലൻ എത്തിയിട്ടുണ്ട്. നകുലൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിലുള്ള നകുലന്റെ ആ സ്ഥാനത്തിനേക്കാളും ഉയർന്ന സ്ഥാനമാണ് പരിവാർ എന്ന ചിത്രത്തിൽ നകുലൻ നൽകിയിരിക്കുന്നത്. നകുലൻ ഇതിനകത്ത് കഥാപാത്രത്തില് നകുലനും സഹദേവൻ എന്ന് പറഞ്ഞപ്പോൾ അവര് പേഴ്സണലായിട്ട് നകുലന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യാദൃശ്യമായിട്ട് ഞാൻ കേട്ടു. എന്താണ് നകുലനും സഹദേവൻ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.